യൂട്യൂബിൽ ഒരുപാട് ആളുകൾ AI വീഡിയോസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ AI വീഡിയോസ് ചെയ്യുന്ന ചില ചാനൽസ് മോണിറ്റൈസ് ആകാറുണ്ട്, മറ്റ് ചില ചാനലുകൾ മോണിറ്റൈസ് ആകാറില്ല. അതുപോലെ തന്നെ ഈ മോണിറ്റൈസ് ആകുന്ന ചില ചാനലുകൾ പിന്നീട് ഡിമോണിറ്റൈസ് ആകാറുമുണ്ട്. ഇങ്ങനെ ഈ AI വീഡിയോസ് ചെയ്ത് ഡിമോണിറ്റൈസ് ആകുമ്പോൾ യൂട്യൂബ് ഇവിടെ കാണിക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ഇൻഓതന്റിക് കണ്ടന്റ് എന്നുള്ളതാണ്. ഇവിടെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ AI വീഡിയോസ് ചെയ്ത് മോണിറ്റൈസ് ആവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഒരുപാട് പൈസയാണ് ഈ AI വീഡിയോസിന് യൂട്യൂബിൽ നിന്നും കിട്ടുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ AI വീഡിയോസിന് കിട്ടുന്ന വ്യൂസ് ആണ്. ഇവിടെ AI വീഡിയോസിന് മില്യൺസിലെ വ്യൂസ് ആണ് യൂട്യൂബിൽ കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഇത്രയധികം പൈസ AI വീഡിയോസിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ കഴിഞ്ഞ ദിവസം മോണിറ്റൈസ് ആയ ഒരു ചാനൽ അവർക്ക് 2 ദിവസം കൊണ്ട് $1500 ഈ AI വീഡിയോസ് വെച്ച് ഈ മോണിറ്റൈസ് ആയി കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ AI വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, ചില റൂൾസ് ഉണ്ട്. ഈ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ AI വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ വളരെ ഈസി ആയിട്ട് മോണിറ്റൈസ് ചെയ്യാനും പറ്റും. അതുപോലെ യൂട്യൂബിൽ നിന്നും ഒരുപാട് പൈസ ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 10 നിയമങ്ങൾ ഇത് കറക്റ്റായി പാലിച്ച് നിങ്ങൾ AI വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണ്. ഒരുപാട് ആളുകൾ അവരുടെ വീഡിയോസിന് വേണ്ടുന്ന സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ChatGPT ഉപയോഗിക്കാറുണ്ട്. ഇതിൽ പല ആളുകളും ഈ ChatGPTയിൽ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ChatGPT ഇവർക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ക്രിപ്റ്റും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇങ്ങനെ വന്നാൽ യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ചില വീഡിയോസ് കാണാൻ പറ്റും. AI വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന വീഡിയോസ്. അവരൊക്കെ ഈ വീഡിയോസിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പ്രോംപ്റ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പ്രോംപ്റ്റ് അവരവരുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന മാക്സിമം ആളുകളും ഈ പ്രോംപ്റ്റും അവരുടെ ആ വീഡിയോയുടെ ടോപ്പിക്കും കൂടെ ചേർത്ത് അവർ ഈ ChatGPTയിൽ കൊടുക്കും സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്. ടോപ്പിക് അവിടെ നിൽക്കട്ടെ, പക്ഷേ ChatGPT ഇവർക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് സെയിം സ്ക്രിപ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ചെയ്യുന്ന ഒരാൾക്ക് പോലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബ് AI വീഡിയോസ് ചെയ്യുന്ന ചില ആളുകൾക്ക് അവർ ആരുടെയും വീഡിയോസ് കോപ്പി ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും വീഡിയോസ് ഓൾമോസ്റ്റ് സെയിം ടെംപ്ലേറ്റ്സിലാണ് വരുന്നത്. ഇതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബ് സപ്പോർട്ടിൽ സംസാരിച്ചതാണ്. അവർ എനിക്ക് തന്നെ റിപ്ലൈ ഞാൻ ആദ്യം നിങ്ങളെ ഇവിടെ കാണിക്കാം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഓട്ടോമേറ്റഡ് ഓർ സിന്തറ്റിക് മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് യൂസിങ് ഓട്ടോമേറ്റഡ് ടൂൾസ് ഓർ AI ടു ചേൺ ഔട്ട് ഹൈ വോളിയംസ് ഓഫ് സിമിലർ കണ്ടന്റ് വിത്ത് മിനിമൽ ചേഞ്ചസ്. ഇനി നിങ്ങൾ ലാസ്റ്റ് പാരഗ്രാഫ് കൂടെ നോക്കുക. ഇവിടെ അവർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ചാനൽസ് ദാറ്റ് യൂസ് ദ എക്സാക്ട് സെയിം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് and a repetitive AI generated imagery across many videos with which video reading out an AI generated script. ഇവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. ഒരാളുടെ ചാനൽ അവർ AI വീഡിയോസാണ് ഇടുന്നത്. അത് മോണിറ്റൈസ് ആയി വളരെ നന്നായിട്ട് അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവർക്ക് മില്യൺസിലെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ചാനൽ ഡിമോണിറ്റൈസ് ആയി. യൂട്യൂബ് കാരണം പറഞ്ഞത് ഇൻഓതന്റിക് കണ്ടന്റ്. ഇനി ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കാം. അവരുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, ആളുകൾ ആ ഹോസ്പിറ്റലിൽ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു AI വീഡിയോ. അവരുടെ മറ്റൊരു വീഡിയോ അതിലവർ കാണിച്ചിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. 2 വീഡിയോയും ഒന്നിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സെയിം ടു സെയിം വീഡിയോ ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അവിടെ ഹോസ്പിറ്റൽ കാണിക്കുന്നു, ഹോസ്പിറ്റലിൻ്റെ പേരാണുള്ളത്. ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കാണിക്കുന്നു, ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പേരാണുള്ളത്. പക്ഷേ ടെംപ്ലേറ്റ് സെയിം ടു സെയിം. ഇവിടെ പ്രശ്നം പറ്റുന്നത് ഇത് AIക്ക് പറ്റുന്ന ചില തെറ്റുകളാണ്. AI ചില സമയത്ത് ഇങ്ങനെയുള്ള AI വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന വീഡിയോ അതിൽ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ടു സെയിം ആയിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് യൂട്യൂബ് നമുക്കിവിടെ ഇൻഓതന്റിക് കണ്ടന്റ് അടിച്ചു തരുന്നത്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി ഈ ChatGPTയിൽ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴോ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴോ നിങ്ങൾ ആദ്യം ആലോചിക്കണം, നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഒരു യൂണീക്ക് പ്രോംപ്റ്റ് ആയിരിക്കണം. നിങ്ങൾ
നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആയിരിക്കരുത്. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പ്രോംപ്റ്റ് നിങ്ങൾ കൊടുക്കുക. അതുപോലെ മറ്റു പല ആളുകളും യൂസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റും ആയിരിക്കരുത്. അതായത് മറ്റു പലരും വീഡിയോസിലൂടെ പറയും നിങ്ങൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ ആ പ്രോംപ്റ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രോംപ്റ്റുകൾ ഒരിക്കലും നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു യുണീക്ക് പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ട് മോണിറ്റൈസ് ആവും. ഇല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടും, അതല്ലെങ്കിൽ ഇൻഓതന്റിക് കണ്ടന്റ് കിട്ടും. ഇനി അടുത്തത് AI വോയിസ്. ഇവിടെ ഈ AI വോയിസ് ഓവർ കൊടുക്കുന്ന പലരുടെയും വോയിസ് ഓവർ കേട്ട് കഴിഞ്ഞാൽ അതൊരു റോബോട്ട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അതൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തോന്നുകയേ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഈ റോബോട്ടിക് വോയിസിൽ ഇവിടെ ഇടയ്ക്ക് ഒരു നിർത്തലുണ്ടാവത്തില്ല. അതായത് ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ഒന്ന് നിർത്തി ഒരു ഗ്യാപ്പ് കൊടുത്ത് അടുത്ത സെൻറ്റൻസ്, അങ്ങനെ ആയിരിക്കത്തില്ല അതുണ്ടാകുന്നത്. അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അതിലൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവത്തില്ല, അതിലൊരു ഇമോഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റോബോട്ട് പറയുന്നത് പോലുള്ള ഒരു വോയിസ് ഓവറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ വോയിസ് ഓവർ അതൊരു റോബോട്ടിക് വോയിസ് ആണെന്ന് തോന്നാൻ പാടില്ല. അതൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തോന്നണം. അതുപോലെ ഓരോ സെൻറ്റൻസും കഴിഞ്ഞിട്ട് അവിടെ ഒരു നിർത്തലുണ്ടാവണം, ഒരു ഗ്യാപ്പ് ഉണ്ടാവണം, അതിലൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവണം, അതിലൊരു ഇമോഷൻ ഉണ്ടാവണം. ഈ രീതിയിലാണ് നിങ്ങൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതെങ്കിൽ, AI വോയിസ് ഓവർ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. ഇനി അടുത്തത്, ചില ആളുകൾ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അവർ കുറേ AI ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ സ്ലൈഡ് ഷോ ആക്കി ഇടും. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർ ChatGPTയിൽ പ്രോംപ്റ്റ് കൊടുത്ത് കുറേ AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു AI വോയിസ് ഓവറും കൊടുത്ത് ഈ AI ഇമേജസിനെ അവർ സ്ലൈഡ് ഷോ ആക്കി യൂട്യൂബിലിടും. ഇങ്ങനെ നിങ്ങൾ ഇമേജസ് മാത്രം സ്ലൈഡ് ഷോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഇവിടെ നമ്മളിപ്പോൾ AI ഇമേജസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സ്വയം ഷൂട്ട് ചെയ്തെടുക്കുന്ന ഫോട്ടോസിനെ പോലും സ്ലൈഡ് ഷോ ആക്കി യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കാറില്ല. പിന്നെ എങ്ങനെയാണ് AI ഇമേജസ് മാത്രം സ്ലൈഡ് ഷോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരുന്നത്? ഒരിക്കലും തരാറില്ല. നിങ്ങൾക്ക് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശരിയായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. നല്ല വീഡിയോസ് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഹ്യൂമൻ ടച്ചുള്ള വോയിസ് ഓവർ കൊടുത്ത് വേണം നിങ്ങൾ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ. അതല്ലാതെ AI ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് സ്ലൈഡ് ഷോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. ഇനി ഇവിടെ വരുന്ന അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചില ആളുകൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രശ്നവുമില്ലാത്ത മോണിറ്റൈസേഷൻ കിട്ടുന്ന രീതിയിലുള്ള AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അവരിതിനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും മറ്റ് ചില ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വീഡിയോ ഫൂട്ടേജസോ സൗണ്ട് എഫക്ട്സോ അതല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ കൊടുക്കാറുണ്ട്. അത് അവരെ ഈ കോപ്പിറൈറ്റ് ഫ്രീ എന്ന് തോന്നുന്ന പല സ്ഥലങ്ങളിൽ നിന്നുമായിരിക്കും അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇവരിൽ പലരും ഇവിടെ ലൈസൻസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മൾ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് വേണം, നമ്മളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചില ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ പലരും ഇത് ശ്രദ്ധിക്കാറ് ആ ഒരു ഇമേജിനെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ കൊടുക്കും. പക്ഷേ ഇങ്ങനെ ലൈസൻസ് ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഇമേജസും നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അവിടെ നിങ്ങൾക്ക് പണി കിട്ടിയെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും, അതല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിൽ ഇതേപോലെ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന് കിടക്കും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഒരുപാട് വീഡിയോസിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന് കിടന്നാൽ അത് നിങ്ങളുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യില്ല എന്ന് യൂട്യൂബ് പറയുന്നുണ്ടെങ്കിലും മോണിറ്റൈസേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വന്നെന്ന് വരാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനിടയിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇമേജസോ സൗണ്ട് എഫക്ട്സോ കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ലൈസൻസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ഇമേജസും വീഡിയോ ക്ലിപ്സും അതുപോലെ സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും ഒക്കെ കിട്ടുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി അടുത്തത്, യൂട്യൂബ് ഇവിടെ പറയുന്നില്ല ഈ AI വീഡിയോസിന് മോണിറ്റൈസേഷൻ കൊടുക്കത്തില്ലെന്ന്. യൂട്യൂബ് AI വീഡിയോസിന് മോണിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റ്സ് എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ അഡീഷൻ അതിലില്ല, ഹ്യൂമൻ ടച്ച് അതിലില്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന AI ആപ്ലിക്കേഷൻ അതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ്. അതിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന AI വീഡിയോ അതൊരു ലോ എഫർട്ട് വീഡിയോ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടേതായ ഹ്യൂമൻ ടച്ചോ നിങ്ങളുടേതായ എന്തെങ്കിലും കാര്യങ്ങളോ അതിൽ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ നിങ്ങൾ അതിൽ കൊടുക്കുന്നില്ല. അതായത് നിങ്ങൾ പ്രത്യേകിച്ച് അതിൽ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബ് ഇങ്ങനെയുള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ കൊടുക്കത്തില്ല. അതായത് ഇപ്പോൾ ഒരു നല്ല AI വീഡിയോ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിനെ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ അതിനെ പ്രോംപ്റ്റ് ഒക്കെ കൊടുത്ത് സെയിം ടൈപ്പ് വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത AI വീഡിയോ ആണ്. പക്ഷേ യൂട്യൂബ് നോക്കുമ്പോൾ അതൊരു മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഇവിടെ മോണിറ്റൈസേഷൻ കൊടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹ്യൂമൻ ടച്ച് അതിൽ കൊണ്ടുവരിക, ഹ്യൂമൻ എഫർട്ട് കൊണ്ടുവരിക. യൂട്യൂബിന് മനസ്സിലാവണം നിങ്ങൾ അതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ അഡീഷൻ അതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരും. ഇനി അടുത്തത്, ചില ആളുകൾ AI ഉപയോഗിച്ച് മിസ്ലീഡിങ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഈ കാണുന്ന എൻ്റെ AI യൂസിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ ഈ ചില സ്ഥലങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റീഷ്യനോ അതല്ലെങ്കിൽ സെലിബ്രിറ്റിയോ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നോ അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നോ പറഞ്ഞ് മിസ്ലീഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ച് പലരും ഇവിടെ AI യൂസ് എസ് തന്നെ കൊടുക്കും. ഇവിടെ നിങ്ങൾ AI യൂസ് എസ് കൊടുത്താലും ചിലപ്പോൾ ഇത് മിസ്ലീഡിങ് കണ്ടന്റിലേക്ക് തന്നെ പോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് ഇവിടെ മോണിറ്റൈസേഷൻ തരത്തില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞെന്നും വരും. ഇനി അടുത്തത്, പലരും AI ഉപയോഗിച്ച് വളരെ നല്ല വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടുന്ന സൗണ്ട് എഫക്റ്റും വോയിസും മ്യൂസിക്കും എല്ലാം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നതിനനുസരിച്ചായിരിക്കത്തില്ല താഴെ അവിടെ സൗണ്ട് വരുന്നത്. അതിന് ഒരു മാച്ചിങ്ങും ഉണ്ടായിരിക്കത്തില്ല. വീഡിയോയിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലിപ്സിങ് പോലും മാച്ച് ആവുന്നുണ്ടാവില്ല. വീഡിയോയിൽ കാണുന്നത് എന്താണോ അതിനനുസരിച്ചായിരിക്കില്ല മ്യൂസിക്കോ സൗണ്ട് എഫക്റ്റോ അവിടെ വരുന്നത്. എന്താണോ AI ക്രിയേറ്റ് ചെയ്ത് തന്നത് അതിനെ അതുപോലെ എടുത്തങ്ങ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ യൂട്യൂബ് ഇവിടെ നോക്കുമ്പോൾ നിങ്ങളായിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല. AI എന്ത് ക്രിയേറ്റ് ചെയ്ത് തന്നോ അതിനെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ലോ എഫർട്ട് കണ്ടന്റ് ആണ്. ഇവിടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല AI വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ലിപ്സിങ് മാച്ച് ആവുന്നുണ്ടായിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഈ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് ആയിരിക്കും അവരവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം വളരെ നന്നായി തന്നെ സിങ്ക്രണൈസ് ആയിട്ട് നന്നായിട്ട് മാച്ച് ആയിട്ടായിരിക്കും അവരവരുടെ ഈ AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിന് കാണുമ്പോഴേ അറിയാം ഇവരിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും അതുപോലെ വീഡിയോ ക്രിയേഷനും ഈ ഓഡിയോയും എല്ലാം AI ആയിക്കോട്ടെ, പക്ഷേ അവർ അതിനെ എഡിറ്റിങ്ങിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് എല്ലാം മാച്ചിങ് ആയിട്ടാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ എഫർട്ട് ഇവിടെ വളരെ നന്നായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസിന് യൂട്യൂബ് 100% ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ കൊടുക്കും. ഇനി അടുത്തത്, നിങ്ങളൊരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ഹ്യൂമൻ ടച്ച് അതിലുണ്ടായിരിക്കണം. ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ChatGPTക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ChatGPTക്ക് തെറ്റ് പറ്റിയെന്ന് വരാം. ഈ ChatGPT നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള പഴയ ഡീറ്റെയിൽസ് ആയിരിക്കാം. പക്ഷേ ഈ ടോപ്പിക്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, ഒരുപാട് അപ്ഡേഷൻസ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്യുക, പല വെബ്സൈറ്റുകൾ തപ്പി നോക്കുക. ഈ ടോപ്പിക്കിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ച് ഉള്ള പ്രോംപ്റ്റ് നിങ്ങൾ ഈ ChatGPTയിൽ കൊടുക്കാൻ. അപ്പോൾ ChatGPT നിങ്ങൾക്ക് ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരും. എന്നിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള നല്ല ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്ത് നിങ്ങൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ AI വീഡിയോസ് ചെയ്യുന്ന ചില ആളുകൾക്ക് ഈ തുടക്ക സമയത്തുണ്ടാകുന്ന ഒരു എനർജി അത് അവർക്ക് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെന്ന് വരാം. അപ്പോൾ അവരുടെ ആ കൺസിസ്റ്റൻസിയും അവിടെ ബ്രേക്ക് ആയി പോയെന്ന് വരാം. അപ്പോൾ ഈ തുടക്ക സമയത്ത് അവർ നല്ല ഹ്യൂമൻ എഫർട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് നല്ല ക്വാളിറ്റി AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരിക്കാം. പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് ഈ AI ആപ്ലിക്കേഷന് പൈസ കൊടുത്ത് റിന്യൂ ചെയ്യേണ്ട ഒരു സമയം വരും. അപ്പോൾ അവർ ചിലപ്പോൾ പൈസ കൊടുത്ത് അതിനെ വീണ്ടും റിന്യൂ ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? അവർ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഈ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന AI വീഡിയോസ് തന്നെ ഒരു ലോ ക്വാളിറ്റി AI വീഡിയോ തന്നെയാണ്. അതുപോലെ അതിനോടൊപ്പം അവർക്കിപ്പോൾ എനർജി ഇല്ല, ആ പഴയ ഒരു എന്തൂസിയാസം അവർക്കില്ല. അപ്പോൾ അവരുടെ ഹ്യൂമൻ എഫർട്ട് അവിടെ കൊടുക്കത്തില്ല. എന്താണോ AI ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അതിനെ അതേപോലെ എടുത്തങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി അതൊരു ലോ ക്വാളിറ്റി വീഡിയോ, ഹ്യൂമൻ എഫർട്ടും ഇല്ല. അത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ നിങ്ങൾ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ യൂട്യൂബ് ഇവിടെ നോക്കും, നിങ്ങളുടെ തുടക്കത്തിലുള്ള കുറച്ച് വീഡിയോസ് നല്ല ക്വാളിറ്റി വീഡിയോസാണ്, ഹ്യൂമൻ എഫർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
പക്ഷേ പിന്നീടുള്ള എല്ലാ വീഡിയോസും ലോ ക്വാളിറ്റി വീഡിയോസാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തന്നില്ലെന്ന് വരാം. ഇനി അടുത്തത് അവസാനത്തേത് അൾട്ടേർഡ് കണ്ടന്റ്. അതായത് നിങ്ങൾ ചെയ്യുന്ന AI വീഡിയോസിൽ നിങ്ങൾ എന്തെങ്കിലും ഒറിജിനലി സംഭവിച്ച കാര്യങ്ങളെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഈ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് യൂട്യൂബ് അലൗ ചെയ്യുന്നുമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ആവരുത്, ഒരുപാട് മിസ്ലീഡിങ് ആവരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇവിടെ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. നിങ്ങൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തി AI വീഡിയോസ് ചെയ്തിട്ട് അവിടെ AI യൂസ് യെസ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് ഉറപ്പായിട്ടും പ്രശ്നം വരും. ഇവിടെ മോണിറ്റൈസേഷൻ്റെ പ്രശ്നം മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും വന്നെന്ന് വരാം. അപ്പോൾ നിങ്ങൾ AI വീഡിയോസ് ചെയ്യുമ്പോൾ അൾട്ടേർഡ് കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ AI യൂസ് നിങ്ങൾ ഉറപ്പായിട്ടും യെസ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ AI വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങൾ AI വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും നന്നായി പൈസ ഉണ്ടാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.